ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും P&B അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2024-25 വർഷത്തിലെ USS എക്സാമുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനാണ്. ആദ്യമായി 5ാം ക്ലാസ്സിലെ പാഠം 1 പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. 1. ഗ്രാമത്തിൻ്റെ പ്രത്യേകതയിൽ അല്ലാത്തത് ഇവയിലേത്? ശുദ്ധമായ വായു, മാലിന്യ കൂമ്പാരം, പുഴകളും അരുവികളും, ശാന്തമായ അന്തരീക്ഷം. ഉത്തരം മാലിന്യ കൂമ്പാരം. രണ്ടാമത്തെ ചോദ്യം, നഗരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഇവയിൽ ഏത്? എ. നിരവധി കെട്ടിടങ്ങൾ, വയലുകൾ, മലിനമായ വായു, ഇവയെല്ലാം. ഉത്തരം ബി. വയലുകൾ. 3. താഴെ കൊടുത്തിട്ടുള്ള വിഭവങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഭക്ഷ്യവിഭവം ഏത്? കപ്പ, ചേന, ക്യാരറ്റ്, ചേമ്പ്. ഉത്തരം സി. ക്യാരറ്റ്. 4. ജനസാന്ദ്രത കൂടിയ പ്രദേശം ഏത്? ഗ്രാമം, നഗരം, മരുഭൂമി, ഇവയെല്ലാം. ഉത്തരം നഗരം. 5. ജീവിത ചെലവ് താഴെ തന്നിട്ടുള്ളവയിൽ കുറവ് എവിടെ? പട്ടണം, ചേരി, ഗ്രാമം, ഇവയിൽ ഏതുമല്ല. ഉത്തരം ഗ്രാമം. ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താവിന് വിഭവങ്ങൾ ലഭ്യമാകുന്നത് എവിടെ? നാട്ടുചന്ത, സൂപ്പർ മാർക്കറ്റ്, കടകൾ, മാർക്കറ്റ്. ഉത്തരം നാട്ടുചന്ത. 7. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച വർഷം? 1995, 1996, 94, 93. ഉത്തരം 1995. 8. കേരളത്തിലെ ആദ്യത്തെ ജില്ല? പാലക്കാട്, മലപ്പുറം, കോട്ടയം, എറണാകുളം. ആൻസർ എറണാകുളം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ പാഠം ഭക്ഷണവും മനുഷ്യനും എന്നുള്ള പാഠത്തിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ വായിക്കാം. ലോക ഭക്ഷ്യദിനം എന്ന്? ഉത്തരം ഒക്ടോബർ 16. 2. സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ്? ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു. ഉത്തരം ഗ്രാമ്പു. 3. സാധനം കൈമാറ്റ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്? കച്ചവടം, ബാർട്ടർ സമ്പ്രദായം, വിപണി, ദാനം. ഉത്തരം ബാർട്ടർ സമ്പ്രദായം. 4. പ്രാചീന കാലത്ത് എന്ത് ആവശ്യത്തിനാണ് തീ ഉപയോഗിച്ചിരുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ, ബി. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ, സി. വെളിച്ചത്തിന്, ഡി. ഉറങ്ങുന്നതിന്. ഉത്തരം ബി ആണ്. ബിയും സിയും ശരിയാണ്. അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും വെളിച്ചത്തിനും വേണ്ടിയാണ് പ്രാചീന കാലത്ത് തീ ഉപയോഗിച്ചിരുന്നത്. 5. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയതല്ലാത്ത ഭക്ഷ്യവിഭവം ഏത്? കശുവണ്ടി, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ക്യാരറ്റ്. ആൻസർ ക്യാരറ്റ്. 6. മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ. ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 7. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതി? ശരണ്യ, കൈവല്യ, കുടുംബശ്രീ, അന്ത്യോദയ അന്ന യോജന. ഉത്തരം അന്ത്യോദയ അന്ന യോജന. 8. താഴെ തന്നിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം അല്ലാത്തത് ഏത്? കടുക്, ഇഞ്ചി, കുരുമുളക്, ഗ്രാമ്പു. ഉത്തരം കടുക്. 9. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം? 2023, 2024, 2021, 2020.
ഉത്തരം 2023. 10. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013, 12, 14, 11. ഉത്തരം 2013. അടുത്തത് പാഠം 3 തൊഴിലും വൈവിധ്യങ്ങളും എന്നുള്ള പാഠത്തിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് കൂലി, ശമ്പളം, വരുമാനം, പലിശ. ഉത്തരം സി ആണ്, വരുമാനം. 2. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ സംരംഭ പദ്ധതി ഏത്? നവജീവൻ പദ്ധതി, കൈവല്യ, സുകന്യ, ശരണ്യ. ഉത്തരം കൈവല്യ. 3. ശരിയായ ജോഡി കണ്ടെത്തുക. ബിസിനസ്, പലിശ, ബാങ്ക് നിക്ഷേപം, വാടക, തൊഴിൽ, കൂലി, കെട്ടിടം, ലാഭം. ഉത്തരം തൊഴിൽ, കൂലി. 4. അനുവദിക്കുന്ന വായ്പയിൽ 25% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗങ്ങൾക്ക് നൽകുന്ന പദ്ധതി. അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതി. ഉത്തരം സി, നവജീവൻ. 5. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്തത്. നെൽകൃഷി, കച്ചവടം, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ. ഉത്തരം കച്ചവടം. 6. താഴെ പറയുന്നവയിൽ വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അധ്യാപകർ, ഡോക്ടർ, വീട്ടമ്മയുടെ ജോലി, ബിസിനസ്. ഉത്തരം വീട്ടമ്മയുടെ ജോലി. അടുത്തത് 4ാമത്തെ പാഠത്തിലെ വസ്ത്രത്തിൻ്റെ 4 വഴികൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത് ഏത്? വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? ചൂടിൽ നിന്ന് സംരക്ഷണം, തണുപ്പിൽ നിന്ന് സംരക്ഷണം, സൗന്ദര്യവർദ്ധനത്തിന്, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു. ഉത്തരം സൗന്ദര്യവർദ്ധനവിന്. തെറ്റായതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ആദിമ മനുഷ്യൻ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങളിൽ പെടാത്തത്. സൂചി, മൃഗങ്ങളുടെ കൊമ്പ്, മൃഗങ്ങളുടെ എല്ല്, കൽസൂചി. ഉത്തരം കൽസൂചി. 3. പുരാതന കാലത്ത് പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി കണ്ടെത്തിയ നദീതട സംസ്കാരം ഏത്? ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഉത്തരം സി ആണ്, സിന്ധു നദീതട സംസ്കാരം. 4. ഇന്ന് നാം പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടല്ലോ. ആദ്യകാലത്ത് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയിരുന്ന പ്രകൃതിദത്ത വസ്തു ഏത്? പരുത്തി, ചണം, നൈലോൺ, നീലം. ഉത്തരം നീലം. 5ാമത്തെ ചോദ്യം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പിള്ളി പ്രധാന കൈത്തറി കേന്ദ്രമാണല്ലോ. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൈത്തറി കേന്ദ്രം ഏത്? ബാലരാമപുരം, രാമനാഥപുരം, രാമനാട്ടുകര, രാമവർമ്മപുരം. ഉത്തരം എ ആണ്, ബാലരാമപുരം. 6. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കാൻ സഹായിച്ചു. ഈ യന്ത്രം കണ്ടുപിടിച്ചത് ആരെ? എഡ്മണ്ട് കാർട്ട്റൈറ്റ്, ജെയിംസ് ഹാർഗ്രീവസ്, ജോൺ കെ, എഡ്മണ്ട് ഹിലാരി. ഉത്തരം ജെയിംസ് ഹാർഗ്രീവസ്. 7. വൈദ്യുതിയുടെയോ മറ്റ് ഏതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തോടെ പ്രവർത്തിക്കുന്ന യന്ത്രത്തറി കണ്ടുപിടിച്ചതാരെ? എഡ്മണ്ട് കാർട്ട്റൈറ്റ്, ഗുട്ടൻബർഗ്, ഗ്രഹാം ബെൽ, മാർക്കോണി. ഉത്തരം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. 8. ഇന്ത്യയിൽ വ്യാപാരത്തിനായി ആദ്യമായി എത്തിയത് പോർച്ചുഗീസുകാർ ആണല്ലോ. അങ്ങനെയെങ്കിൽ കച്ചവടത്തിനായി രണ്ടാമത് എത്തിയ യൂറോപ്യർ ആരെ? ചൈനക്കാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ഉത്തരം ഇംഗ്ലീഷുകാർ. 9. യന്ത്രവൽക്കരണത്തിലൂടെ വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ പെടാത്തത്. വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ്,
മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണനിലവാരം ഇല്ലായ്മ. ഉത്തരം ഡി ആണ്. 10ാമത്തെ ചോദ്യം. കൂടുതൽ ഈട് നൽകുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ച കൃത്രിമ നാരുകൾ ഏതെല്ലാം? എ പോളിസ്റ്റർ, ബി റയോൺ, സി പരുത്തി, ഡി നൈലോൺ. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഡി എല്ലാം ശരിയാണ്. അതായത് പോളിസ്റ്ററും റയോണും പരുത്തിയും നൈലോണും എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. 1918 ആരുടെ നേതൃത്വത്തിലായിരുന്നു ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്? എ ഗാന്ധിജി, ബി ജവഹർലാൽ നെഹ്റു, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി നാഥാഭായ് നവറോജി. ഉത്തരം ഗാന്ധിജിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.